വീണ്ടുമൊരു വിഷുക്കാലം. വിഷുവിനോടനുബന്ധിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. നാളെ പുലർച്ചെ 2:45 മുതലാണ് ഭക്തർക്ക് വിഷുക്കണി ദർശനം. തിരക്ക് പരിഗണിച്ച് വിഷുക്കണി ദർശനത്തിനും ക്ഷേത്ര ദർശനത്തിനും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലെവിൻ കെ വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വിഷുക്കണി ദർശനത്തിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ അഭൂതപൂർവമായ തിരക്ക് ഇപ്പോഴേ അനുഭവപ്പെട്ടു തുടങ്ങി ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ. നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ അടക്കം കാണാം. ഈ രാത്രികാലത്തും ഒട്ടേറെ ആളുകൾ ക്ഷേത്രസന്നിധിയിലേക്ക് എത്തുന്നു. പുലർച്ചെ വിഷുക്കണി ദർശനം കാണുന്നതിനായി മറ്റും ഒരുപാട് ആളുകൾ എത്തുന്നു. തൊട്ടടുത്ത് വ്യാപാര സ്ഥാപനങ്ങളിലും മറ്റും വിഷുക്കൊന്നകൾ അല്ലെ കണിക്കൊന്നകൾ വാങ്ങാനുള്ള തിരക്ക്, കൃഷ്ണ വിഗ്രഹങ്ങൾ വാങ്ങാനുള്ള തിരക്ക്, അങ്ങനെ വലിയ തിരക്കിലാണ്. വിഷുവിൻ്റേതായിട്ടുള്ള ഒരു പ്രത്യേക തിരക്കിലാണ് ഗുരുവായൂർ ക്ഷേത്രമെന്ന് പറയാതിരിക്കാനാവില്ല. കാരണം ഏത് വിശേഷമുണ്ടെങ്കിലും ഗുരുവായൂരിൽ വലിയ തിരക്ക് അനുഭവപ്പെടാറുണ്ട്. പക്ഷേ വിഷുവിൻ്റെ കാര്യത്തിലേക്ക് എടുത്തു പറയുമ്പോൾ അത് പ്രത്യേകമായി നമ്മൾ പരിശോധിക്കേണ്ടതാണ്. നമുക്ക് കാണാം. ഇവരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം, എങ്ങനെയുണ്ട് ഈ അവസാന സമയമാണ് വിഷുക്കണി ദർശനത്തിനുള്ളത്? തിരക്കൊക്കെ ഉണ്ട്, പിന്നെ ആരും വാങ്ങണമില്ല, അങ്ങനെ കുറവാണ്. പൂവിന് ഒരു കിറ്റിന് 50. വാങ്ങുന്നുണ്ട്. കണി കാണുന്ന ആവശ്യമുണ്ടല്ലോ, അപ്പൊ വാങ്ങണല്ലോ. ചേച്ചി, കണി കാണാനുള്ള അവസാനവട്ട തയ്യാറെടുപ്പ് ഒക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണല്ലേ? അമ്പലത്തിലാണോ, എവിടെയാണ് കണി കാണുന്നത്? വീട്ടിൽ തന്നെ കണി വെക്കാനാണ് ഇത് കൊണ്ടുപോകുന്നത്. എല്ലാ വർഷവും വിഷുവിനെ കണിക്കൊന്നയൊക്കെ വെച്ച് കണിയൊരുക്കി വലിയ ആഘോഷമായിട്ടാണ് നടത്താറുണ്ടോ? കണി എല്ലാ വർഷവും വെക്കാറുണ്ട്. ഞങ്ങൾ ഭയങ്കര ആഘോഷമായിട്ടാണ് കൊണ്ടിടക്കാറുള്ളൂ. വിഷു ഗുരുവായൂരൊക്കെ ഭയങ്കര, ഗുരുവായൂരപ്പനെ കണി കാണുക എന്നുള്ളത് അതിൻ്റെ കഥ. ഗുരുവായൂരപ്പനെ കാണുക, ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഞങ്ങൾ അടിച്ചു പൊളിക്കും. ഏതായാലും ഇങ്ങനെ കച്ചവടങ്ങളും ഒക്കെ ഒരു വശത്ത് അങ്ങനെ തകൃതിയായി നടക്കുമ്പോൾ മറുവശത്ത് ഗുരുവായൂരിനെ സംബന്ധിച്ചുകൊണ്ട് ഭക്തിയുടെ കേദാരമാണ് ഗുരുവായൂർ. കേരളത്തിലെ എല്ലായിടത്തു നിന്നുമുള്ള ആളുകൾ, സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള കൃഷ്ണഭക്തർ എല്ലാവരും അങ്ങനെ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ഗുരുവായൂരിലെ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയാണ്. അവിടെ ജനക്കൂട്ടം ഇങ്ങനെ ഒഴുകി പോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണുന്നത്. അതായത് ഈ സമയത്ത്, ഈ വൈകുന്നേര സമയത്ത് ഇതാണ് തിരക്ക് എങ്കിൽ നാളെ പുലർച്ചെ മുതൽ അല്ലെങ്കിൽ ഇന്ന് അർദ്ധരാത്രി മുതൽ എത്രമാത്രം തിരക്കുണ്ടാകുമെന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നേ. ഏതായാലും വിഷു കണി ഗുരുവായൂരപ്പന് മുന്നിൽ കണ്ട് ഗുരുവായൂരപ്പനെ കണി കണ്ടുകൊണ്ട് ഒരു പുതിയ വർഷം ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കത്തിലും തയ്യാറെടുപ്പിലുമാണ് എല്ലാ മലയാളികളും. അതോടൊപ്പം തന്നെ ഗുരുവായൂരെത്തുന്ന ഭക്തരുമെല്ലാം. ഏതായാലും ആ ഒരുക്കങ്ങളൊക്കെ തകൃതിയായി നടക്കുന്നു. രാവിലെ പുലർച്ചെ 2:45 മുതൽ 3:45 വരെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിന് കണി കാണുന്നതിനും ദർശനത്തിനുമായൊക്കെ അവസരമുള്ളത്. ഈ 1 മണിക്കൂർ സമയത്ത് ഭക്തർക്കടക്കം കടുത്ത കർശന നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്.